ഹലോ എവരി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഞാനും മിതുക്കുട്ടിയും അരുണും കൂടെ ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ ഈ തവണത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ഷോപ്പിംഗ് അല്ല കേട്ടോ. മിതുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് കുറച്ച് സാധനങ്ങളൊക്കെ സെലിബ്രേഷന് വേണ്ടി വാങ്ങണം. അതിനാണ് ഈ പോകുന്നത്. മിതുക്കുട്ടിയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 12-നാണ്. അപ്പം ഞങ്ങൾക്ക് മിതുക്കുട്ടി ഉണ്ടായത് 2022 സെപ്റ്റംബർ 12-നാണ്. അവൻ്റെ എല്ലാ ബർത്ത്ഡേയും നാട്ടിൽ പോയി ആഘോഷിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ തവണ നമുക്കത് പറ്റിയില്ല. അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് അരുണിന് ലീവ് കിട്ടിയില്ല. അതുകൊണ്ട് ഈ തവണ ഇത് ദുബായ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തുള്ളൂ. ശരിക്കും വിളിക്കാനാണെങ്കിൽ നമുക്ക് ധാരാളം കസിൻസൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ആരെയും വിളിച്ചില്ല. ജസ്റ്റ് കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ മിതുക്കുട്ടിക്ക് 2 വയസ്സായി. ഈ 2 വയസ്സായെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം ഞാൻ ഓർക്കായിരുന്നു ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ കാര്യവും ഒക്കെ. മിഥുനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കെന്ത് വൊമിറ്റിംഗ് ആയിരുന്നെന്നറിയാവോ? വൊമിറ്റിംഗ് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫുഡ് പോലും നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് കണ്ടിന്യൂസ് വൊമിറ്റിങ്, ആസിഡിറ്റി പ്രോബ്ലം, അങ്ങനെ എന്തൊക്കെ പ്രോബ്ലം ആയിരുന്നു. അവനുണ്ടായി കഴിഞ്ഞിട്ടോ 2 മാസത്തോളം നല്ല ഡിപ്രഷൻ ടൈമും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അവസാനഘട്ട കുറച്ച് മിനുക്ക് പരിപാടിക്കുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് കൂടെ വാങ്ങണം. അതിന് ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. മിതുക്കുട്ടിക്ക് ഡാഡ ഡിഫൻഡർ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അറേഞ്ച് ചെയ്യുക. മിതുക്കുട്ടി കൂടെ തന്നെയുണ്ട്. പ്ലാനിങ് ശരിക്കും അവന് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ പോലും അവൻ ആ സമയത്ത് എണീറ്റെല്ലാം വന്നു. അതുകൊണ്ട് തന്നെ സർപ്രൈസൊക്കെ പൊളിഞ്ഞു പോയി. അവൻ ഇതെങ്ങനെയും ഒന്ന് ഓണാക്കി കിട്ടണം. അതിന് ഡാഡയുടെ പുറകെ ആയിരുന്നു. പിന്നെ ഞാനും അരുണും കൂടെ അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തു. കഴിഞ്ഞ തവണത്തെ ബർത്ത്ഡേ ഇത് നമ്മളൊരു ഹോട്ടലിലാണ് നടത്തിയതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിയേണ്ടി വന്നില്ല കേട്ടോ. ഇതെന്ത് ബുദ്ധിമുട്ടായി ബലൂണൊക്കെ വേർപ്പിച്ച് അതൊക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അയ്യോ, എനിക്ക് വയ്യ. ശരിക്കും കുറേ ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്തെല്ലാം വെച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആദ്യം അവൻ്റെ ഗായത്രി ആൻറ്റി അങ്കിളുമാണ് വന്നത്. അപ്പോൾ അവർ വന്ന് മിഥുന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അപ്പോഴത്തേക്കിന് ഓരോരുത്തരായിട്ട് വന്നു. പിന്നെ അരുണിൻ്റെ കുറച്ച് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടായ ഹരിയേട്ടനും അച്ചു ചേച്ചിയും ആദൂട്ടനും കൂടെ വന്നു. പിന്നെ ജിബിനുണ്ട്, റോയ് ഉണ്ട്. അപ്പം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വന്നിട്ട് മിതുക്കുട്ടിക്ക് ഉമ്മയും ഒക്കെ കൊടുത്ത് അവനാകെ എക്സൈറ്റഡായി. ശരിക്കും മിതുക്കുട്ടി ഈ ടൈമിൽ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. ഇവരൊക്കെ വരാൻ ഇച്ചിരി ലേറ്റായി. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോയി. അവൻ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഇവരെല്ലാം കണ്ട് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. അവരുടെ കൂടെയൊക്കെ കളിക്കണം, ആദൂട്ടൻ്റെ കൂടെ കളിക്കണം. അവനങ്ങനെ എല്ലാവരെയും അങ്ങനെ കാണുന്നൊന്നുമില്ലല്ലോ. വെളിയിൽ പോകുമ്പോൾ മാത്രം വല്ലപ്പോഴൊക്കെ അല്ലേ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. വീട്ടിലൊക്കെ എല്ലാവരും വരുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. കോക്കോമലനാണ് അവൻ്റെ കേക്കിൻ്റെ തീം. രാവിലെ എണീറ്റാൽ മുതൽ കൊക്കോമലൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഒന്നും വെച്ച് കൊടുക്കത്തില്ല കേട്ടോ TV. കാരണം എനിക്ക് അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ട ടൈമിൽ കോക്കോമലൻ തന്നെ എനിക്ക് ആശ്രയമുള്ളൂ. കാരണം ആ ടൈമിൽ അല്ലെങ്കിൽ അവൻ എൻ്റെ പുറകെ വരും. അല്ലെങ്കിലും പുറകെ വരും, എങ്കിലും ഈ കോക്കോമലൻ ഒന്ന് ഇടയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് അവിടെ ഇരുന്നോളും. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുക. ഞാൻ ആദൂട്ടനെ വിളിക്കുക. ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് നിന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് പിന്നൊരു വെർച്വൽ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കൂടെ ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ അച്ഛനെ അമ്മയും അനിയത്തിയെയും പിന്നെ അരുണിൻ്റെ അച്ഛനെ അമ്മയും ചേട്ടനെ എല്ലാം വിളിച്ചിട്ടാണ് കേക്കെല്ലാം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓൺലൈനിൽ അവിടെ ഉണ്ട്.
പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ മിതുക്കുട്ടിക്ക് പിന്നെ ആദ്യം എന്തെങ്കിലും ഒന്ന് വായി വെച്ച് കൊടുത്താൽ അവന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, അവൻ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. പക്ഷേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ അവൻ സമ്മതിച്ചു, നാണം കെടുത്തിയില്ല. പക്ഷേ അവനത് കഴിച്ചില്ല കേട്ടോ ആ സമയത്ത്. പിന്നീട് കൊടുത്തപ്പോഴാണ് അവനത് കഴിച്ചത്. അരുൺ കൊടുത്തിട്ട് കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് മാത്രമേ ഉള്ളൂ അവന്. ഇതൊരു കോഫി ഫ്ലേവറായിരുന്നു, മോച്ച ഫ്ലേവർ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും അവൻ അങ്ങോട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഒബ്വിയസ്ലി ഞങ്ങൾക്കും കഴിക്കണമല്ലോ, ഞങ്ങളും അന്യോന്യം ഒന്ന് വായിക്കത്തൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഞങ്ങൾക്കും പേരൻസ് ആയിട്ട് 2 years ആവുകയാണല്ലോ. പിന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവന് കേക്ക് കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. അപ്പം അതെല്ലാം കണ്ടുകൊണ്ട് മിതുക്കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുക. പിന്നെ ഞാൻ ദേ ഈ കേക്ക് ഇപ്പോഴാണ് കേട്ടോ ശരിക്കും കാണുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ തിരക്കിനിടയ്ക്കല്ല അത് ശരിക്കും നോക്കി പോലും ഇല്ല കേക്ക്. ഇപ്പോഴേ അത് എങ്ങനെയുണ്ടെന്ന് പോലും ഞാൻ കാണുന്നത്. എന്തായാലും കൊള്ളാം. അവനിതാ ഓരോ ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ അവൻ അതൊന്നും നോക്കുന്നില്ല കേട്ടോ. അവനിപ്പം ചേട്ടൻ്റെ കൂടെ അവൻ്റെ വണ്ടിയിൽ കയറി ഒന്ന് കളിക്കണം, അല്ലെങ്കിൽ അവനും താഴെ ഇറങ്ങി കളിക്കണം. പിന്നെ ബലൂണൊക്കെ കിടപ്പുണ്ടല്ലോ, അതിലൊന്ന് കളിക്കണം. ഇതൊക്കെ അവന് വേണ്ടത്. അവന് വെള്ളം വേണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ അവൻ ഈ കേക്കിനകത്തോട്ടോ വേറെ ഒന്നിനകത്തോട്ടും ശ്രദ്ധയില്ല. അവൻ ഇവരെല്ലാം വന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുക. അവന് പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞതാ അവൻ ചേട്ടനെ വിളിക്കുക, ചേട്ടാ ചേട്ടാ, കളിക്കാനുള്ള രീതിയാണ് ചേട്ടാ ചേട്ടാ, ഇത് തന്നെയുള്ള വിളിയാണ്. പിന്നെ ചേട്ടൻ്റെ പുറകെ നടക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേരെ, ചേട്ടാ ചേച്ചി ഇത് തന്നെ പറഞ്ഞിട്ട് പുറകെ നടക്കും. പക്ഷേ വഴക്കാളിത്തരമൊക്കെ ഉണ്ട് കയ്യിൽ. അങ്ങനെ എല്ലാവരെയും അങ്ങ് കാണുന്നില്ലാത്തതുകൊണ്ടുണ്ടല്ലോ, സ്നേഹപ്രകടനം കെട്ടിപ്പിടിക്കും. അപ്പോൾ പിള്ളേർക്ക് അങ്ങനെ വലിയതായിട്ട് കെട്ടിപ്പിടിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. മിതുക്കുട്ടിക്കാണെങ്കിൽ മറ്റു പിള്ളേരെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം. അപ്പം ഈ സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കൂടുമ്പോഴത്തേക്കിന് അവൻ പിച്ചി പറിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഫുഡ് കഴിക്കുക കേട്ടോ. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ. അപ്പം നാളെ കാണാം. ബൈ.